വെൽക്കം ബാക്ക് ടു ചാനൽ ആണ്. ഇറ്റ്സ് മീ ബനാസ ഖാലിദ്. അപ്പൊ നമ്മൾ ഇന്ന് ഒരു ചോദ്യ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു പഠനത്തിനോടൊപ്പം തന്നെ ചോദ്യ പേപ്പർ വിശകലനം ചെയ്തതിനോടുകൂടി നമുക്ക് എത്രത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്നും എങ്ങനെയാണ് അത് ആൻസർ ചെയ്യേണ്ട രീതിയും മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു അല്ലെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്നത്തെ ചോദ്യ പേപ്പർ എന്ന് പറയുന്നത് 115/2025 എന്ന കോഡിലെ ചോദ്യ പേപ്പറാണ്. കെയർ ടേക്കർ പരീക്ഷയായിരുന്നു അത്. അപ്പൊ അതിൽ വന്ന ഏതാനും മാത്സ് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ക്ലാസ് ഉപയോഗപ്പെടുത്തുക. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. അപ്പൊ നോക്കിയ ഒന്നാമത്തെ ചോദ്യം, 22 സെന്റിമീറ്റർ വ്യാസമുള്ള ഒരു അർദ്ധവൃത്തം വൃത്തസ്തൂപികാകൃതിയിൽ മടക്കിയാൽ അതിന്റെ ചെരിവിന്റെ ഉയരം എത്ര? ചോദ്യം എന്താണ്? 22 സെന്റിമീറ്റർ വ്യാസമുള്ള ഒരു അർദ്ധവൃത്തമാണ്. ആ അർദ്ധവൃത്തത്തെ വൃത്തസ്തൂപിക ആകൃതിയിലാണ് മടക്കുന്നത്. അങ്ങനെ മടക്കുമ്പോൾ അതിന്റെ ചരിവിന്റെ ഉയരം എത്രയായിരിക്കും എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വൃത്തം ഒരു അർദ്ധവൃത്തമാണ്. ഒരു അർദ്ധവൃത്തത്തെ വൃത്തസ്തൂപികാകൃതിയിൽ മടക്കുമ്പോൾ അതിന്റെ ചരിവിന്റെ ഉയരം എന്ന് പറയുന്നത് അതിന്റെ ആരത്തിന് തുല്യമായിരിക്കും. എന്താണ്? ഒരു അർദ്ധവൃത്തത്തെ വൃത്തസ്തൂപികാകൃതിയിൽ മടക്കിയാൽ അതിന്റെ ചരിവിന്റെ ഉയരം എന്ന് അതിന്റെ ആരത്തിന് തുല്യമായിരിക്കും. അപ്പൊ ആരം അഥവാ റേഡിയസ് ആണെന്ന് മനസ്സിലാക്കാം. ഇനി ആരം എങ്ങനെ നമുക്ക് ഇവിടെ കണ്ടെത്താം? നമുക്ക് വ്യാസം തന്നിട്ടുണ്ടല്ലേ. വ്യാസം എന്ന് പറയുന്നത് 22 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. വ്യാസം എത്രയാണ്? 22 സെന്റിമീറ്റർ. വ്യാസം എന്ന് പറയുന്നത് എന്താണ്? 22 സെന്റിമീറ്റർ ആണ്. 22 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 2 ആരം ചേർന്നാണ് അല്ലെ. 2r ആണ്. 2r എങ്കിൽ 2 ഇൻറ്റു റേഡിയസ്. റേഡിയസ് എന്ന് പറയുന്നത് ഇവിടെ ആരം. അപ്പൊ ഇവിടെ നമുക്ക് ആരം എങ്ങനെ കണ്ടെത്താം? 2r അല്ലെങ്കിൽ 2 ആരം 2 ഇൻറ്റു ആരം 2r ഇസ് ഈക്വൽ ടു 22 സെന്റിമീറ്റർ ആണ്. ഇതിൽ നിന്ന് 6 അഥവാ ആരം എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ ചെയ്യണം 22/2. അപ്പൊ 2r എന്ന് പറയുന്നത് 22 സെന്റിമീറ്റർ ആണ്. 6 എന്ന് പറയുന്നത് 22/2. അപ്പൊ ആൻസർ എത്ര കിട്ടും? 11 സെന്റിമീറ്റർ. അപ്പൊ ഇവിടെ ആരം ഉദ്ദേശിക്കുന്നത് എന്താണ്? ആരമാണ്. ആരം. അപ്പൊ ആരം എത്ര കിട്ടി? ഉത്തരം 11 സെന്റിമീറ്റർ നമുക്ക് ഉത്തരം കിട്ടി. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരു അർദ്ധവൃത്തത്തെ വൃത്തസ്തൂപികാകൃതിയിൽ മടക്കിയാൽ അതിന്റെ ചരിവിന്റെ ഉയരം എന്ന് പറയുന്നത് അതിന്റെ ആരത്തിന് തുല്യമായിരിക്കും. അപ്പൊ വ്യാസം തന്നിരിക്കുന്നതിനാൽ നമുക്ക് ആരം അതിന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ അല്ലെ. എന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് കിടക്കാം. അടുത്ത ചോദ്യം നോക്കേ. 4, 7, 12, 19. അടുത്ത സംഖ്യ, അതായത് അഞ്ചാമത്തെ സംഖ്യ എത്രയെന്നാണ് ചോദ്യം. അപ്പൊ ഇതില് അഞ്ചാമത്തെ സംഖ്യ കണ്ടെത്താൻ നമുക്ക് നോക്കാം ഈ തന്നിരിക്കുന്ന സംഖ്യകൾ തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ, എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ നമുക്ക് നോക്കാം. അപ്പൊ നോക്കാം. ആദ്യം 4 7 ആകുകയാണ് ചെയ്തത്. 4 7 ആകുന്നു. ആ 4ന് എത്ര കൂടിയാലായിരിക്കും 7 വരുന്നത്? ആ 4ന് 3 കൂടുമ്പോഴാണ് 7 വരുന്നത്. അപ്പൊ 4ന്റെ കൂടെ 3 കൂട്ടിയപ്പോഴാണ് 7 കിട്ടിയത്. ഇനി 7 എത്ര കൂടുമ്പോഴാണ് 12 കിട്ടുന്നത്? 7ന്റെ കൂടെ 5 കൂട്ടിയപ്പോഴാണ് 12 കിട്ടിയത്. അതുപോലെ 12 എത്ര കൂടുമ്പോഴാണ് 19 കിട്ടുന്നത്? 12ന്റെ കൂടെ 7 കൂട്ടിയപ്പോഴാണ് 19 കിട്ടിയത്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കാം 3, 5, 7 അല്ലെ. അപ്പൊ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഒറ്റ സംഖ്യകളാണ്. 3, 5, 7. അപ്പൊ ഈ പ്രൈം നമ്പേഴ്സ് സോറി ഓഡ് നമ്പേഴ്സ് എന്താണ്? ഒറ്റ സംഖ്യകള്. ഓഡ് നമ്പേഴ്സിന്റെ കൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ഒറ്റ സംഖ്യകളാണ് കൂട്ടിക്കൂടി പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ഒറ്റ സംഖ്യ ഏതാണ്? അടുത്ത ഒറ്റ സംഖ്യ എന്ന് പറയുന്നത് 9 ആണ് അല്ലെ. അപ്പൊ 9ന്റെ കൂടെ 19 കൂട്ടുമ്പോൾ കിട്ടുന്ന എത്രയാണ്? 28 ആണ്. അപ്പൊ നമ്മുടെ ഉത്തരം എന്താണ്? 28 ആണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്? അഞ്ചാമത്തെ സംഖ്യ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ കണ്ടെത്തണമെങ്കിൽ നമ്മൾ ആദ്യം സംഖ്യകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് കണ്ടെത്തുക. ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കിയപ്പോൾ മനസ്സിലായി ഓരോ നമ്പർ ഇടവിട്ടാണ് ഇവിടെ കൂട്ടിക്കൂട്ടി പോകുന്നത് മനസ്സിലാക്കി. എനിക്ക് ഒറ്റ സംഖ്യകളാണ് കൂട്ടിക്കൂട്ടി പോയെന്ന് മനസ്സിലാക്കി. അപ്പൊ എന്താണ് ഇവിടെ മനസ്സിലാക്കിയത്? ഒറ്റ സംഖ്യകൾ കൂട്ടിയപ്പോൾ അവസാനത്തെ സംഖ്യകൾ നമ്മൾ 9 കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 28 കിട്ടി. അതാണ് നമ്മുടെ ഉത്തരം. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ അടുത്ത ചോദ്യം നോക്കൂ. 4 പേരുടെ ശരാശരി വയസ്സ് 15. ഒരാൾ കൂടി വന്നപ്പോൾ ശരാശരി 16. പുതുതായി വന്ന ആളുടെ വയസ്സ് എത്ര? അപ്പൊ എന്താണ് മനസ്സിലാക്കിയത്? 4 പേരുടെ ശരാശരി വയസ്സ് 15 വന്നിട്ടുണ്ട്. ഒരാൾ കൂടി വന്നപ്പോൾ ശരാശരി 16 ആകുകയായി. എങ്കിൽ പുതുതായി വന്ന ആളുടെ വയസ്സ് എത്ര എന്നാണ് ചോദ്യം. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് തുക. ആകെ തുക കണ്ടെത്താനുള്ള മാർഗം എന്ന് പറയുന്നത് ശരാശരിയെ എണ്ണം കൊണ്ട് ഗുണിക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്താണ് തുക എന്ന് പറഞ്ഞാൽ? ഏതൊരു വസ്തു വന്നാലും ശരാശരിയും എണ്ണവും തന്നിട്ടുണ്ടെങ്കിൽ തുക എങ്ങനെ കണ്ടെത്തും? തുക എന്ന് പറയുന്നത് ശരാശരി ഇൻറ്റു എണ്ണമാണ്, അല്ലെങ്കിൽ ശരാശരി ഗുണം എണ്ണം. ശരാശരിയുടെ എണ്ണത്തെ ഗുണിച്ചാൽ നമുക്ക് തുക കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് തുക എങ്ങനെ കണ്ടെത്താം? ആദ്യത്തെ 4 പേരുടെ തുക എങ്ങനെ കണ്ടെത്തും? ശരാശരി ആദ്യത്തെ 4 പേരുടെ തുകയാണെങ്കിൽ ശരാശരി എത്രയാണ് തന്നത്? 15 അല്ലെ. 15 ഇൻറ്റു എണ്ണം 4 ആണ്. നോക്ക്. ഇനി ഒരാൾ കൂടി വന്നപ്പോൾ അപ്പൊ 4 എന്നുള്ളത് എത്ര പേരായി? 5 പേര് അല്ലെ. 5 പേരുടെ തുക എന്ന് പറയുന്നത് ശരാശരി ഇൻറ്റു എണ്ണം, അതായത് 16 ഇൻറ്റു 5 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം 4 പേരുടെ തുക കണ്ടെത്താം.
15 × 4 ആകുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 20. 0, 2, 60 എന്ന് കിട്ടും. ഇനി 5 പേരുടെ തുക എന്ന് പറയുന്നത് 16 × 5 ആണ്. 16 × 5 എന്ന് പറയുന്നത് 5, 6, 5, 30, 5, 3, 8 അങ്ങനെ 80 എന്ന് കിട്ടും. ഇനി നമ്മൾ കണ്ടെത്താനുള്ളത്, നമ്മൾ ചോദിച്ചിരിക്കുന്നത് പുതുതായി വന്ന ആളുടെ വയസ്സാണ്. പുതുതായി വന്ന ആളുടെ വയസ്സ് കണ്ടെത്താനുള്ള മാർഗം എന്ന് പറയുന്നത് ഇവിടെ 5 പേരുടെ ശരാശരിയിൽ നിന്നും 5 പേരുടെ തുകയിൽ നിന്നും, എന്താണ് നമുക്ക് കിട്ടിയ 5 പേരുടെ തുകയിൽ നിന്നും 4 പേരുടെ തുക കുറച്ചാൽ നമുക്ക് പുതുതായി വന്ന ആളുടെ വയസ്സ് കണ്ടെത്താൻ സാധിക്കും. ഇപ്പൊ എന്താണ് 5 പേരുടെ തുക എന്ന് പറയുന്നത് 80 ആണ്. അതിൽ നിന്ന് 4 പേരെ തുക കുറച്ചാൽ 60. 60 എന്ന് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 20 ആണ്. അപ്പൊ ഇതാണ് പുതുതായി വന്ന ആളുടെ വയസ്സ്. അപ്പൊ നമ്മൾ ഒരു ശരാശരിയും എണ്ണവും തന്നാൽ നമുക്ക് അതിന്റെ തുക കണ്ടെത്താം. അപ്പൊ പുതുതായി വന്ന ആളുടെ വയസ്സ് നമുക്ക് അതിന് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അപ്പൊ തുകയെന്ന് എങ്ങനെ കണ്ടെത്തുന്നു? 4 പേരുടെ തുക ആദ്യം കണ്ടെത്തുന്നു, ശരാശരിയും എണ്ണവും വെച്ചുകൊണ്ട്. അടുത്ത ശേഷം ഒരാളും കൂടി വന്നപ്പോൾ 5 പേരായി. അപ്പൊ 5 പേരുടെ തുക നമുക്ക് എങ്ങനെ കണ്ടെത്തുന്നു? അതിന്റെ ശരാശരിയും എണ്ണത്തെ ഗുണിക്കുമ്പോൾ കിട്ടുന്നു. ഇനി പുതുതായി വന്ന ആളുടെ വയസ്സ് എന്ന് പറയുന്നത് ഈ 4 പേരുടെ 5 പേരുടെയും തുക കിട്ടിയില്ല. അതിന് 5 പേരുടെ തുകയിൽ നിന്നും 4 പേരുടെ തുകയെ കുറയ്ക്കുമ്പോൾ നമുക്ക് പുതുതായി വന്ന ആളുടെ വയസ്സ് കിട്ടുന്നതായിരിക്കും. ഈ ചോദ്യം മനസ്സിലായോ? അടുത്ത ചോദ്യം നോക്കാം. 2⁻6 × 5⁴ × 7⁴ by 10⁴ × 14⁴ ഇതിന്റെ തുക എത്രയെന്നാണ് കണ്ടെത്താവുന്നത്. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇതിന് ഇവിടെ 2, 5, 7 എന്നീ നമ്പറുകളുടെ പവർ ആണ് മുകളിൽ കൊടുത്തേക്കുന്നത് 6, 4 എന്നൊക്കെ പറഞ്ഞുള്ളത് അല്ലെ. അപ്പൊ ഇവിടെ താഴത്തെ നമ്പേഴ്സിലെ 10 എന്നും 14 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് ഇതിനെ എളുപ്പത്തിൽ അതിന്റെ തുക കണ്ടെത്താൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഈ ഒരു മുകളിൽ കിടക്കുന്ന സംഖ്യകളുടെ രൂപത്തിൽ ഇവയെ കൂടെ മാറ്റേണ്ടതായിട്ട് ഉണ്ട്. അപ്പൊ മനസ്സിലാക്കേണ്ടത്, ഈ 10 എന്ന് പറയുന്ന നമ്പർ നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. 10/4, 10⁴. ഈ 10⁴ എന്ന് പറയുന്ന നമ്പർ 10 എന്ന് പറയുന്നത് എന്താണ്? 2 × 5 ആണ് അല്ലെ. 10 എന്ന് പറയുന്നത് 2 × 5 ആണ്. ഇനി ഇവിടെ ഒരു 4 ഉണ്ട്. അപ്പൊ ഈ 2 × 5നെ നമുക്ക് ഇങ്ങനെ ബ്രാക്കറ്റിനകത്ത് ആക്കിയിട്ട് ഇവിടെ 4 കൊടുത്താൽ നമ്മുടെ ഉത്തരം എന്ത് തന്നെയായിരിക്കും? 10⁴ തന്നെ ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് ഈ 4 എന്ന് പറയുന്നത് ഈ 2നും ബാധകമാണ്, 5നും ബാധകമാണ്. അപ്പൊ 2⁴ × 5⁴ നമുക്കിനെ മാറ്റി എഴുതാവുന്നതാണ്. ക്ലിയർ ആയോ? ആദ്യം നമ്മൾ 10⁴ പുറത്തെടുക്കുക. ഈ 10⁴ 10 എന്ന് പറയുന്നത് 2 × 5 രൂപത്തിലാക്കുക. അപ്പൊ ഈ 4 ഇത് കോമൺ ആയിട്ടുള്ളതുകൊണ്ട് അതിന്റെ ബ്രാക്കറ്റിനകത്ത് പുറത്ത് 4 ഇട്ടു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? 2⁴ × 5⁴ എന്ന് പറയുന്നത് 10⁴ തുല്യമാണ്. മനസ്സിലായി? ഇതുപോലെ 14⁴ 14⁴ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 14⁴ എന്ന് പറഞ്ഞാൽ 14 എന്ന് പറയുന്നത് എത്രയാണ്? 2 × 7 ആണെന്ന് അറിയാം അല്ലെ. ഇനി അതിന്റെ മൊത്തത്തില് ⁻2 എന്ന് കൊടുക്കാം. ഇനി നമുക്ക് ഈ 2നും ബാധകമാണ്, 7നും ബാധകമാണ്. നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ? 2⁻2 × 7⁻2 എന്ന് ആക്കി തീർക്കാം. അപ്പൊ ഇത്രയും മനസ്സിലായോ? ഇത് രണ്ടും ക്ലിയർ ആയോ? ഇനി നമുക്ക് ഈ ഒരു സ്ഥാനത്ത് ഈ 2 നമ്പേഴ്സിനെ ഇങ്ങോട്ട് മാറ്റി എഴുതാം. അങ്ങനെയാണെങ്കിൽ 2⁻6 × 5⁴ × 7⁴ നേരത്തെ എഴുതി അതുപോലെ തന്നെ ബൈ ഇവിടെ 10⁴ പകരം നമ്മൾ എന്ത് എഴുതി? 2⁻4 × 5⁴ എന്ന് എഴുതി. അപ്പൊ 2⁻4 × 5⁴ എന്ന് എഴുതി ഇൻറ്റു 7⁴ എന്നാണ് നമുക്ക് 2⁻2 × 7⁴ എന്നാണ്. അപ്പൊ അതെങ്ങനെ എഴുതും? എങ്ങനെ എഴുതും? 2⁻2 × 7⁴. അപ്പൊ ഒന്നുകൂടെ ശ്രദ്ധിക്കാം. ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മൾ 10⁻4 ഈ ഒരു ഫോർമാറ്റിലാക്കി, 2⁻4 × 5⁴ എന്ന ഫോർമാറ്റിലാക്കി. അടുത്ത 14⁻2 എന്ന് പറയുന്നത് 2⁻2 × 7⁴ എന്ന ഫോർമാറ്റിലാക്കി. ഇത് രണ്ടും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അതിനെ എടുത്ത് ഇവിടെ എഴുതാം. ഇതിന്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ നമ്മൾ 2⁻4 എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഈ 2⁻6നെ 2⁻4 എന്നൊരു ഫോമിൽ ആക്കാൻ പറ്റും. അതെങ്ങനെയാ നോക്കാം. 2⁻6 എന്ന് പറയുന്നത് നമുക്ക് എഴുതാം 2⁻4 × 2⁻2. ഇതെങ്ങനെ എഴുതാമെന്ന് വെച്ചാല് ഇവിടെ നോക്കാം. നമ്മൾ പഠിക്കേണ്ട ഒരു ഐഡന്റിറ്റി അല്ലെങ്കിൽ സമവാക്യത്തില് a⁻m × a⁻n എന്നുണ്ട്. ഇതാണ് a⁻m × a⁻n എന്നുണ്ട്. അവിടെ a⁻m × a⁻n നമ്മൾ മനസ്സിലാക്കേണ്ടത് a എന്ന് പറയുന്നത് ഒരേ സംഖ്യയാണെങ്കിലാണ് ഈ പറയുന്ന രീതി നടക്കുന്നത്. അപ്പൊ a⁻m × a⁻n a അതുപോലെ എടുത്ത് എഴുതുക. ഈ മുകളിൽ കിടക്കുന്ന സംഖ്യകളെ ആ പവറിനെ m + n എന്ന് ആക്കി തീർക്കുക. അപ്പൊ a⁻m × a⁻n എന്ന് എന്താണ്? a⁻m + n എന്നാണ് മനസ്സിലാക്കുക. ഉദാഹരണത്തിന് ഇപ്പൊ നമുക്ക്
2 into 2 എന്ന് പറഞ്ഞാൽ അർത്ഥം 2 അതായത് 2 കൂട്ടുമ്പോൾ എത്ര കിട്ടും 2 എന്ന് കിട്ടും. ഇതാണ് ഉത്തരം. അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് ഈ പറയുന്ന 2 മാറ്റാൻ പറ്റും. ആ 2 2 into 2 എന്നാക്കാം. അതായത് ഇവിടെ m plus n 4 plus 2 നമുക്ക് എത്ര കിട്ടും 6 എന്ന് കിട്ടും. അപ്പൊ 2 into 2 എന്ന ഫോർമാറ്റിൽ ഇതിനെ ആക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? ഇവിടെ നമുക്ക് അത് മാറ്റിയിട്ട് 2 into 2 എന്നാക്കി വെക്കും. അപ്പൊ 2 into 2 എന്ന് മാറ്റിയേക്കാം. ഓക്കെ, ഇപ്പൊ എങ്ങനെയായി? 2 നമുക്ക് 2 നമ്മൾ ഇങ്ങനെ ആക്കി തീർത്തത് ഇൻറ്റു 5 into 7 അതുപോലെ എഴുതുക ബൈ നമ്മൾ നേരത്തെ മാറ്റി തീർത്ത ഇതിങ്ങനെ എഴുതുക. ഇവിടെ നോക്കാം 2 എന്ത് ചെയ്യും? കട്ട് ചെയ്ത് പോകും അല്ലെ, ഒരേപോലത്തെ സംഖ്യയാണ്. ഇനി 5 കട്ട് ചെയ്തു, അതും ഒരേപോലത്തെ സംഖ്യയാണ്. ഇനി ഇവിടെ നോക്കാം 7 പിന്നെ ഇവിടെ എന്തുണ്ട് 2 into 7 എന്നുണ്ട്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ അപ്പൊ ശ്രദ്ധിച്ചോളൂ എന്തൊക്കെയാണ്? 2 കട്ട് ചെയ്ത് പോയി. അടുത്തത് 5 കട്ട് ചെയ്ത് പോയി. ഇനി നോക്കാം 2 ഒരുപോലെ ഉണ്ട്, അതും കട്ട് ചെയ്ത് പോയി. ബാക്കി എന്തുണ്ട്? 7 ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? 7 by 7 എന്ന് കൊടുത്തു. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? a/m/a/n ഇങ്ങനെ മറ്റൊരു ഐഡന്റിറ്റി ഉണ്ട്. അവിടെ നമ്മൾ ഡിവിഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ a/m/a/n എന്ന് പറഞ്ഞാൽ a/m-n ആണ്. അപ്പൊ ഇവിടെ നമുക്ക് 7/4 a/2 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? 7/4 - 2 അതായത് 7/2 എന്ന് എഴുതാം. ഇത്തരം നമുക്ക് എന്ത് കിട്ടി? 7/2 അതായത് 49 എന്നാണ് നമ്മളുടെ ആൻസർ. അപ്പൊ ഒന്നുകൂടെ പറയാം, 2/6 into 5/4 into 7/4 by 10/4 into 14 എന്ന് പറയുന്നത് എങ്ങനെ കണ്ടെത്തും എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ മനസ്സിൽ കൊണ്ടുവരേണ്ട 2 ഐഡന്റിറ്റികളാണ്. a/m into a/n is equal to a/m plus n എന്നും ഇനി a/m by a/n ആണെങ്കിൽ അവിടെ എന്ത് പറ്റും? പ്ലസിന് പകരം m minus n ആയിട്ട് മാറും. അപ്പൊ a/m into a/n രണ്ടും ഗുണിക്കുകയാണെങ്കിൽ, ഒരേ സംഖ്യയുടെ പവറുകളെ ഗുണിക്കുകയാണെങ്കിൽ എന്താണ് അത് ആ പവറുകളെ കൂട്ടുകയാണ് ചെയ്യുന്നത്. a/m plus n എന്ന് ചെയ്യാം. ഇനി ഒരേ സംഖ്യകളുടെ പവറുകളെ നമ്മൾ ആ ഒരേ സംഖ്യകളെ ഹരിക്കുകയാണ് ചെയ്യുന്നത്. അത് a/m by a/n എന്നാണ് ചെയ്യുന്നതെങ്കിൽ ആ സംഖ്യകളുടെ പവറുകളെ എന്ത് ചെയ്യണം? കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. a/m minus n എന്നാണ് എഴുതേണ്ടത്. അപ്പൊ അത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ 2/6 into 5/4 7/4 താഴെ കിടക്കുന്നത് 14/2 ആണ്. അപ്പൊ ഈ 10/4 നമുക്ക് ഏതുപോലെ ആക്കണം? ഈ മുകളിൽ കിടക്കുന്ന 2/5 എന്ന രീതിയിൽ ആക്കണം അല്ലെ. അങ്ങനെയാണെങ്കിൽ 10 നമുക്ക് ബാക്കി നോക്കുക 2 into 5 ആണ് 10 എന്ന് പറയുന്നത്. ഹോൾ മൊത്തത്തിൽ 4 കൊണ്ട് റേസ് പവർ കൊടുത്തു. അപ്പൊ അതിന്റെ അർത്ഥം ഈ 2-നും 4 പവർ ഉണ്ട്, 5-നും 4 പവർ. നമുക്ക് എങ്ങനെ എഴുതാം? 2/4 into 5/4 എന്ന് എഴുതാം. അടുത്തത് 14 സ്ക്വയർ എന്ന് പറയുന്നത് 2 into 7 ആണെന്ന് അറിയാം. അപ്പൊ അതിനും ഹോൾ സ്ക്വയർ 2 എന്ന പവർ കൊടുക്കും. അതിനർത്ഥം 2/2 into 7/2. ഈ കാര്യങ്ങൾ നമുക്ക് ഇവിടുത്തെ പകരമായിട്ട് ഇവിടെ എഴുതി ചേർക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ അവിടെ അതിന് പകരം ഈ പറയുന്ന രീതിയിൽ എഴുതി. ഇനി അതുപോലെ മുകളിൽ 2/6 എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പോ അതിനെയും ഏതായിട്ട് മാറ്റാം? 2/4 into 2/2 2/4 into 2/2 എന്ന ഫോർമാറ്റിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പൊ അങ്ങനെ ചെയ്തപ്പോൾ ഈ 2/4 കട്ട് ചെയ്ത് പോയി. ഈ 2/2 ഈ 2/2 കട്ട് ചെയ്ത് പോയി. 5/4 കട്ട് പോയി. പിന്നെ ഉള്ളത് എന്താണ്? 7/4 7/2 ആണ് ഉള്ളത്. അപ്പം 7/4 by 7/2 എന്നാണ് കിട്ടിയത്. അപ്പൊ എന്താണ്? a/m by a/n എന്ന ഫോർമുല വന്നു. അപ്പൊ അതാണ് a/m minus n. അപ്പൊ 7/4 minus 2 അതായത് 7/2 എന്ന് ആൻസർ കിട്ടും. അതായത് 49 നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം. ഇത് ക്ലിയർ ആയോ? മനസ്സിലായോ? അടുത്ത കണക്കിലേക്ക് കടക്കാം. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത കണക്കിൽ പോലെ തന്നെ ഒരു കണക്കാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ചോദ്യം ഇതാണ്: തന്നിരിക്കുന്ന സംഖ്യയിലെ ഈ പറഞ്ഞിരിക്കുന്ന ഒരു പവർ കൊടുത്തിട്ടുണ്ടോ, അതിൽ n-ന്റെ സ്ഥാനം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ തന്നിരിക്കുന്ന സമവാക്യത്തിലെ n-ന്റെ വില എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ n-ന്റെ വില നമുക്ക് എങ്ങനെ കണ്ടെത്താം? നമ്മൾ പറഞ്ഞു ഈ മുകളിൽ ചെയ്തിരിക്കുന്ന പവറുകൾ അല്ലെ, ഇവിടെ റേസ് ടു പവർ a/m into a/n ആണ് നോക്കുക. അതായത് 2 സംഖ്യകളും 4 ആണ് അല്ലെ. അപ്പൊ a-ന്റെ സ്ഥാനം 4 ഒരേപോലെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ പവറുകൾ നമ്മൾ ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു? a/m into a/n എന്ന് പറയുന്നത് a/m plus n ആണ് നമ്മൾ പഠിച്ചു അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ഈ പവറുകൾ നമുക്ക് കൂട്ടി എഴുതാം. 2 plus n അല്ലെ. ഇതിന്റെ പവർ 2 plus n എന്നാണ് കൊടുത്തിരിക്കുന്നത്. മറ്റേന്റെ പവർ എത്രയാണ്?
3 എന്നാണ് കൊടുത്തത്. 2 പ്ലസ് n പ്ലസ് 3, ഇനി ഇവിടെ പവർ എന്താണ്, ഇസ് ഈക്വൽ ടു ആ പവർ 8 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം 2 പ്ലസ് n പ്ലസ് 3 ഇസ് ഈക്വൽ ടു 8 എന്ന് കൊടുത്തിരിക്കുന്നു. അപ്പം ഈ പവറുകളെ കൂട്ടുമ്പോൾ എനിക്ക് 8 ഉത്തരം കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഈ n എന്ന് പറയുന്നതിന്റെ വില എത്രയാണ് കണ്ടുപിടിക്കുന്നത്. 2 പ്ലസ് n പ്ലസ് 3 ഇസ് ഈക്വൽ ടു 8. ഇവിടെ നമുക്ക് നമ്പറുകൾ തമ്മിൽ ആദ്യം കൂട്ടാം. 2 3 എത്ര കിട്ടി, 5 എന്ന് കിട്ടി. പിന്നെ ആരുണ്ട് അവിടെ, പ്ലസ് n എന്നുണ്ട്, ഇസ് ഈക്വൽ ടു 8 എന്ന് എഴുതുക. ഇനി n ന്റെ വാല്യൂ എങ്ങനെ കണ്ടെത്തും, n ഇസ് ഈക്വൽ ടു 8. ഈ പ്ലസ് 5 അപ്പുറത്ത് വരുമ്പോൾ മൈനസ് ആകും. അപ്പൊ 8 മൈനസ് 5 അതായത് 3 എന്നാണ് ഉത്തരം കിട്ടുന്നത്. അപ്പൊ 2 പ്ലസ് 3 എന്നാണ് ഉത്തരം കിട്ടേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉത്തരം എന്ത് കിട്ടും. അപ്പൊ ക്ലിയർ ആയല്ലേ, എന്താണ് നമ്മൾ മനസ്സിലാക്കിയത്. 4:2 പ്ലസ് n പ്ലസ് 4 into 3 is equal to 4:8. പവറിൽ n ആണ് കണ്ടെത്താവുന്നത് എന്ന് പറഞ്ഞു. ഇത് രണ്ടും a. അപ്പൊ a raised to m into a raised to n എന്നാണ്, a raised to m plus n ആണ്. ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ 2 plus n plus 3 is equal to 8 എന്ന് കിട്ടി. അപ്പൊ n എന്ന് പറയുന്നത് 2 plus n plus 3 is equal to 8. n എന്ന് പറയുന്നത് എങ്ങനെയാണ്, 2 ഉം 3 ഉം കൂട്ടുമ്പോൾ 5 എന്ന് കിട്ടി. 5 plus n എന്ന് പറയുന്നത് 8 ആണ്. അപ്പൊ n is equal to 8 minus 5 എന്ന് പറയുന്നത് 3 എന്നാണ് ഉത്തരം നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇതാണ് എന്റെ ആൻസർ. അപ്പം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നോക്കാം, നമുക്ക് വേണമെങ്കിൽ അത് ചെക്ക് ചെയ്ത് നോക്കാം, പവർ നോക്കാം. നമ്മൾ n സ്ഥാനം ഇപ്പൊ നമുക്ക് 3 എന്ന് കിട്ടിയല്ലേ. അപ്പൊ 4 raised to 2 plus 3, 2 plus 3 എവിടെ, 2 plus n എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ 2 plus 3 എന്ന് കൊടുക്കാം, into 4 raised to 3 is equal to 4 raised to 8 ആണെന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ 2 plus 3 എന്ന് പറയുന്നത് എത്രയാണ്, 5 ആണ്. ഇപ്പൊ 4 raised to 5 into 4 raised to 3 എന്ന് പറയുന്നത് 4 raised to 8 ആണോ. അത് a raised to m into a raised to n എന്ന് പറയുന്നത് a raised to m plus n ആണ്. അതായത് 4 raised to 5 plus 3 അതായത് 4 raised to 8 ആണ്. അപ്പൊ നമ്മുടെ ഉത്തരം ശരിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു സമവാക്യം വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഉത്തരം ചെയ്തിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ക്വസ്റ്റ്യനും ഇതും ഏകദേശം ആ സമവാക്യത്തിന് അനുസരിച്ചാണ് നമ്മൾ ആൻസർ ചെയ്യുന്നത്. അപ്പൊ അത് പഠിച്ചു വെച്ചാൽ നമുക്ക് തീർച്ചയായും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ പാടാണെന്നൊന്ന് സ്കിപ്പ് ചെയ്യാതെ വളരെ എളുപ്പത്തിൽ ഉത്തരത്തിൽ എത്താൻ സാധിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്ത് തന്നെ പോണം. തീർച്ചയായും നിങ്ങൾക്ക് അതിന് ഉത്തരം കിട്ടുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്ത്. ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് വെച്ചോളൂ. ഇതിന്റെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പോർഷൻസ് എല്ലാം നമ്മളുടെ ഇതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് വെച്ചോ. അടുത്ത ക്ലാസ് നമുക്ക് കാണാം. ബൈ ഫ്രം മീ. താങ്ക് യു.